ഇടത് സഹായാത്രികൻ വെമ്പായം നസീറിലേക്ക് പോകുകയാണ്. ശ്രീ വെമ്പായം നസീർ, ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജെൻസി കലാപമാണ് എന്ന വ്യാഖ്യാനം വളരെ ശക്തമായി നടക്കുന്ന ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ ജെൻസി തലമുറയെപ്പറ്റി നമുക്കറിയാം. ജെൻസികൾക്ക് ഏറ്റവും പ്രിയം കലാകാരന്മാരോടും സംഗീതത്തോടുമൊക്കെയാണ്. പക്ഷേ ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് അങ്ങനെയല്ല. അവിടെ ഇപ്പോൾ നോക്കൂ, സംഗീത നിശ ആക്രമിക്കുന്നു, സംഗീതം ഹറാമാണെന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അപ്പോൾ അത് മതപരമായ സ്വഭാവമുള്ള ഒരു മതരാഷ്ട്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബോധപൂർവമായ കലാപമല്ലേ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത്? ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പായി എൻ്റെ പ്രിയ സുഹൃത്ത് VHP നേതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു 4 മിനിറ്റ് സംസാരം ഞാൻ വളരെ ആശ്ചര്യത്തോടെയാണ് ഞാനത് കേട്ടുകൊണ്ടിരുന്നത്. കാരണം VHP നേതാവിന് അങ്ങനെ പറയാനേ കഴിയൂ. കാരണം മുസ്ലിം വിരോധവും മാനവ ഐക്യ സ്നേഹവും അത് തടഞ്ഞുകൊണ്ടും മുസ്ലിം വിരോധം ആളിക്കത്തിച്ച്, വർഗീയത ആളിക്കത്തിച്ച് അതിന് ആഹാരമാക്കി മാറ്റി, അത് എന്നാൽ മാത്രമേ ആ VHP നിലനിൽപ്പുള്ളൂ. മുസ്ലിം വിരോധം പറഞ്ഞില്ലെങ്കിൽ പിന്നെ VHP പിരിച്ചുവിടേണ്ടി വരും. അദ്ദേഹം പറഞ്ഞു 60ഓളം മുസ്ലിം ഇസ്ലാമിക രാജ്യമുണ്ട്, അവിടെ എല്ലായിടത്തും കലാപമാണ്, 60ഓളം മുസ്ലിം രാജ്യത്തെല്ലാം പ്രശ്നമെന്ന്. സാർ, അങ്ങൊരു മലയാളിയല്ലേ സാർ? അങ്ങക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു സാർ? സൗദി അറേബ്യ, ദുബായ്, മസ്കറ്റ്, കുവൈറ്റ് ഇതൊക്കെ മുസ്ലിം രാജ്യമാണ്. അവിടെ എന്ത് പ്രശ്നം സാർ സൗദി അറേബ്യയിലൊക്കെ നടക്കുന്നത്? നിങ്ങളെ ഈ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു ബന്ധു അറബി രാജ്യത്ത് ജോലി ചെയ്യുന്നില്ല എന്ന് അങ്ങേക്ക് പറയാൻ പറ്റും? ഞാൻ അങ്ങയെ വെല്ലുവിളിച്ച് പറയാണ്. അതൊക്കെ ഇസ്ലാം രാജ്യമാണ് സാർ, ഇസ്ലാമിക രാജ്യമാണ് സാർ. സാർ, ഇതൊക്കെ ഇസ്ലാമിക രാജ്യമാണ്. ഒരു കാലത്ത് ലോകത്തിന്റെ പട്ടിണി മാറ്റിയത് ഇസ്ലാമിക രാജ്യമാണ് സാർ. അവിടെ അടച്ചാക്ഷേപിക്കരുത്. നിങ്ങൾ ന്യൂനപക്ഷം ജമാഅത്തെ ഇസ്ലാമി, വെറും ന്യൂനപക്ഷമായ ജമാഅത്തെ ഇസ്ലാമി ഈ ചെയ്തു കൂട്ടുന്ന ഈ തെമ്മാടിത്തരം കണ്ടുകൊണ്ട് നിങ്ങൾ മൊത്തം മുസ്ലിങ്ങളെല്ലാം അടച്ചാക്ഷേപിക്കരുത്. അത് നല്ലതല്ല സാർ. ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിക്കളഞ്ഞതാണ് ഇസ്ലാമിക ലോകം. ഈ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിക്കളഞ്ഞതാണ്. ഈ കേരളത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് എവിടെയെല്ലാം ശക്തിയുണ്ടെന്ന്, എത്ര വോട്ടുണ്ടെന്ന് നമുക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾ തള്ളിക്കളയുന്ന മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിക്കളഞ്ഞവരാണ് നമ്മൾ. അത് മുസ്ലിം സമൂഹവും ഇടതുപക്ഷവും. ജമാഅത്തെ ഇസ്ലാം, ആ ജമാഅത്തെ ഇസ്ലാമിയെ ചൂണ്ടി പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെല്ലാവരും കുഴപ്പക്കാരാണ്, മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികൾ എന്ന് പറയുന്നത് അങ്ങ് പറയരുത്. കാരണം അങ്ങ് മലയാളിയാണ്. മലയാളികൾ നമുക്കെല്ലാം ഒരു അന്തസ്സും ഒരു ആഭിജാത്യം കൊണ്ട് നടക്കുന്ന ഒരു വിവേകമുള്ള ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് അങ്ങ് വളരെ വിനയത്തോടെ പറയണം. എവിടെയെങ്കിലും എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നത് കൊണ്ട് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദി, ഇസ്ലാമിക തീവ്രവാദി എന്ന് പറയരുത്. പിന്നെ എല്ലാ മതത്തിലും ഹിന്ദു തീവ്രവാദം ഇല്ല സാർ, ഇസ്ലാം തീവ്രവാദം ഇല്ല സാർ, ക്രിസ്ത്യൻ തീവ്രവാദം ഇല്ല സാർ. എല്ലാ രാജ്യത്തും തീവ്രവാദമുണ്ട്. പക്ഷെ ഇവിടെ മതത്തിൻ്റെ പ്രശ്നം രാഷ്ട്രീയ പ്രേരിതമാണ്. ബംഗ്ലാദേശിൽ നടക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയ പ്രശ്നമാണ്. അത് മതമായിട്ട് ബന്ധമില്ല സാർ. ഇവിടെ ഇന്ത്യയിൽ തന്നെ സംഘികൾ ഈ ചെയ്തു കൂട്ടുന്ന ഈ തെമ്മാടിത്തരത്തിൽ ഹിന്ദുക്കളെ കുറ്റം പറയാൻ പറ്റുമോ? ബംഗ്ലാദേശിൽ നടക്കുന്നത് ഹിന്ദുക്കളെ കുറ്റം പറയും. ഇവിടെ എത്ര മുസ്ലിങ്ങളെയാണ് ഈ ക്രിസ്മസിന്, എത്ര ക്രൈസ്തവരെയാണ് ഈ സംഘികൾ ആക്രമിച്ചത്, സംഘപരിവാർ ആക്രമിച്ചത്? 3-4 ദിവസമാണ് ആക്രമിച്ചത്. അതുകൊണ്ട് ഹിന്ദു മതത്തിനെ കുറ്റം പറയാൻ പറ്റുമോ? ഹിന്ദു മതം വേറെ, സംഘപരിവാർ വേറെ. അതുപോലെ ഇസ്ലാം മതം വേറെ, ഈ ജമാഅത്തെ ഇസ്ലാമി അതുപോലത്തെ ഇസ്ലാമിക തീവ്ര ശക്തികൾ വേറെ. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ മോഹൻ വർഗീസ് സാറൊക്കെ സത്യം പറഞ്ഞാൽ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം ബഹുമാനിക്കുന്ന ഒരു കൂട്ടത്തിൽ പെട്ട അദ്ദേഹം നീതിപരമായിട്ട് അദ്ദേഹം സംസാരിക്കണം. സാർ, എല്ലാ മതത്തിലും തീവ്രവാദം ഉണ്ട് സാർ. തീവ്രവാദം ഇല്ലാത്ത രാജ്യം യാതെ ഒന്ന് പറഞ്ഞു തരാമോ സാർ? എല്ലാ മതത്തിലും തീവ്രവാദം ഉണ്ട്. അത് മതത്തിൻ്റെ കുഴപ്പമല്ല, മതത്തിൻ്റെ പ്രശ്നം. അങ്ങ് നേരത്തെ പറഞ്ഞത് എന്താണ്? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും വിദ്വേഷത്തോടെ കാണണമെന്ന്. എന്താ അങ്ങനെയാണെങ്കിൽ സാർ, ഞാൻ ഇതൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചു വരാം. ഇസ്ലാമിൽ എത്ര ഹിന്ദുക്കളാണ് സാർ, ക്രൈസ്തവരാണ് സാർ ഇസ്ലാമിക രാജ്യത്ത് പോലും ജോലി ചെയ്ത് ജീവിക്കുന്നത്? എത്ര ഹിന്ദുക്കളാണ്? അങ്ങനെയല്ല. UAE എന്ന് പറയുന്നത് ചെറിയ രാജ്യമാണ്. പക്ഷേ മുസ്ലിം മൃഗീയ ഭൂരിപക്ഷമായിട്ടുള്ള ദേശങ്ങൾ നോക്കൂ. ഇപ്പോൾ ഭാരതവും പാകിസ്ഥാനും എടുത്തു നോക്കൂ. പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയാണോ ഭാരതത്തിലെ മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും അവസ്ഥ? ബംഗ്ലാദേശിലെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും അവസ്ഥയാണോ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ? അവിടെയൊക്കെ ന്യൂനപക്ഷങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുകയാണ്, അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. താങ്കൾ പറയുന്ന പോലെ ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്. ഇവിടുന്ന് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയും മുസ്ലിമും ഇതാ ഞങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുകയാണ്, അങ്ങനെ പോയിട്ടുണ്ടോ? അങ്ങനെ പോയൊരു ചരിത്രമുണ്ടോ? അങ്ങനെ പോയിട്ടില്ല. നേരെ മറിച്ച് പാകിസ്ഥാനിൽ നിന്നും ഹിന്ദുവും ക്രിസ്ത്യാനിയും
അവിടുന്ന് ഭാരതത്തിലേക്ക് അഭയം തേടിയെത്തുകയാണ്. അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല മുസ്ലിം തീവ്രവാദികളെ കൊണ്ട്. സാർ ഞാൻ നിങ്ങൾ പറഞ്ഞതിലേക്ക് വരാം സാർ. ഇവിടെ ഇന്ത്യയിൽ ന്യൂനപക്ഷക്കാരായ മുസ്ലിങ്ങളും ക്രൈസ്തവരും വേട്ടയാടുന്നത് പോലെ അതേ തുല്യതയിൽ ബംഗ്ലാദേശ് ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഇല്ലാണ്ടാവുകയാണ്. 1951 ജനസംഖ്യ ബംഗ്ലാദേശിൽ 23% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നോക്കൂ, അവിടെ 8% ഹിന്ദുക്കളെ ഉള്ളൂ. ബാക്കിയുള്ള ഹിന്ദുക്കളൊക്കെ എവിടെ പോയി? മാഞ്ഞുപോയോ? സാർ ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളും വേട്ടയാടുന്നത് പോലെ പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടുന്നുണ്ട്. പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ വേട്ടയാടുന്നത് തള്ളി പറഞ്ഞിട്ടുണ്ട്, ഇനിയും തള്ളിപ്പറയും. ഈ പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ വേട്ടയാടുന്നത് യാതൊരു തരത്തിൽ ന്യായീകരിക്കുന്ന പ്രശ്നമില്ല. അത് തള്ളിപ്പറയുക തന്നെ. അതുപോലെ ബംഗ്ലാദേശിലും അത് നമ്മൾ തള്ളിപ്പറയും. എന്താണ് സാർ? അവിടെയാണ് എൻ്റെ പ്രിയ സുഹൃത്ത് VHP നേതാവിട്ട് അവിടെയാണ് ചെറിയ ഒരു ആശയക്കുഴപ്പം. സാർ, അവിടുത്തെ തീവ്രവാദികൾ നിങ്ങൾ ഒറ്റപ്പെടുത്തണം. അത് ഇസ്ലാം മതത്തെ ഖുർആനിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ നടപ്പിലാക്കുമെന്ന് പറയരുത് സാർ. ഖുർആൻ എഴുതിയാലേ സൗദി അറേബ്യയിൽ ഭരണം നടത്തുന്നത്. സൗദി അറേബ്യ ഏതെങ്കിലും ഉറുമ്പിനെ പോലെ നോവിച്ചിട്ടുണ്ടോ സാർ? മക്കയും മദീനയും ഇസ്ലാമിക മുസ്ലിങ്ങളെ ഏറ്റവും വലിയ പവിത്രമായ രണ്ട് വലിയ മഹാപള്ളി മക്കയും മദീനയും അത് സൗദി അറേബ്യയിലാണ്. ഖുർആൻ നേരിട്ട് അവതരിച്ചത് സൗദി അറേബ്യയിലാണ്. അവിടെ ഒരു ഉറുമ്പിനെ പോലെ നോവിച്ചിട്ടുണ്ടോ സാർ? നിങ്ങൾ എന്താ അത് നോക്കാത്തത്? അപ്പൊ സൗദി അറേബ്യ നിങ്ങൾ നോക്കൂല. മറ്റു മതങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റുമോ? അവിടെ മറ്റു മതങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റുമോ? ഇന്ത്യയിൽ ക്രിസ്തു മതവും മുസ്ലിം മതവും പ്രചരിപ്പിക്കുന്നത് പോലെ സൗദി അറേബ്യയിൽ ഹിന്ദുക്കൾക്ക് അവരുടെ മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? സൗദി അറേബ്യയിൽ താങ്കൾ സൗദി അറേബ്യ സ്വർഗ്ഗമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ സൗദിയിൽ പെട്ടാണ് സാർ. അങ്ങെന്താ സാർ ദുബായില് നിങ്ങൾക്ക് ക്ഷേത്രം എടുക്കുന്നില്ല സാർ? ഒരു ക്ഷേത്രം ഇവിടെ എത്ര മുസ്ലിം പള്ളി? ഹിന്ദു ഭൂരിപക്ഷമായ ഭാരതത്തിൽ എത്രയോ മുസ്ലിം പള്ളി. ഇവിടുത്തെ ഓരോ ജംഗ്ഷനിലും മുസ്ലിം ക്രിസ്ത്യൻ പള്ളിയുണ്ട്. താങ്കൾ UAE ഒരു അമ്പലം വന്നതിന്റെ കണക്കാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. സാർ, ആ ഒരു അമ്പലം കണ്ടോ? ഒരമ്പലം അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ പറയും. അത് കേരളത്തിൽ പോലും അത്രയും വലിയ അമ്പലം ഇല്ല സാർ. ഇസ്ലാമിക രാജ്യത്ത് ഖലീഫ ഭരണ സമയത്താണ് മതേതര രാജ്യത്തിന്റെ മുസ്ലിം പള്ളി. ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്തെ എല്ലാ ജംഗ്ഷനിലും പള്ളിയില്ലേ? ഈ ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്തെ എല്ലാ ജംഗ്ഷനിലും പള്ളിയില്ലേ? UAE ഒരു അമ്പലം വന്ന കണക്കിനെ പറ്റിയാണ് താങ്കൾ പറഞ്ഞത്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആ ഒരു അമ്പലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ സാർ? കൊട്ടാരത്തിനേക്കാൾ വലിയാണ് ആ അമ്പലം എന്ന് പറയുന്നത്. അറിയാമോ? കോടിക്കണക്കിന് റിയാലും ഡോളറും ചെലവഴിച്ചാണ് ആ പള്ളിയുടെ അറബികൾ പണിത് കൊടുത്തത്. അതാണ് മാനവ സ്നേഹം. അപ്പൊ മതത്തിന് തീവ്രവാദം ഇല്ല സാർ. അത് ഹിന്ദുക്കളിലും ഇല്ല, മുസ്ലിമിലും ക്രിസ്തു ഒന്നിനുമില്ല. മതം പഠിപ്പിക്കുന്ന സ്നേഹം. പക്ഷെ നിങ്ങൾ ഇസ്ലാം മതത്തിനെ എല്ലാം കൂട്ടിക്കുഴച്ച് വിടുന്ന ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞു സാർ. നേരത്തെ ഇവിടെ ഈ എൻ്റെ മോഹൻ വർഗീസ് സാറ് പറഞ്ഞു പാട്ടിൻ്റെ ഇത്. സാർ, സാരേ ജഹാംസെ അച്ഛ, ഈ ഗാനം എഴുതിയ ആളിൻ്റെ പേര് പറയാമോ സാർ? ഗാനം എഴുതിയ ആളിൻ്റെ പേര് പറയാമോ? 3 ദേശീയ ഗാനങ്ങളിൽ ഒന്ന് സാരേ ജഹാംസെ അച്ഛ. ലോകത്തുള്ള സ്വർഗത്തെക്കാൾ ഇന്ത്യയാണ് ഏറ്റവും വലിയ സ്വർഗം എന്ന് ഗാനം ചെയ്ത കവിയുടെ പേരറിയാമോ സാർ? ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഇസ്ലാമൊക്കെ കവിയായിരുന്നു, മുസ്ലിം പണ്ഡിതനായിരുന്നു, ഖുർആൻ വ്യാഖ്യാതാവായിരുന്നു. ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും വിശ്വമഹാകവി എന്ന് ലോകം വാഴ്ത്തിപ്പാടിയ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഇസ്ലാമിൽ അദ്ദേഹം പാട്ടെഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പാട്ട് ഹറാമാണ്, പാട്ട് നിരോധിക്കണം എന്ന് യാതൊരു തീവ്രവാദികളെ പറയുന്നെങ്കിൽ അത് തീവ്രവാദികൾക്ക് കിടക്കണം. കുറ്റം പറയരുത്. ഓക്കെ, ശ്രീ വെമ്പായം നസീർ, നിലപാട് വ്യക്തമാണ്. ഇടത് സഹയാത്രികന്റെ ഇടതുപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാണ്. ഞാൻ